കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. റൂമർ ആണെങ്കിൽ പോലും ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഓസ്കാർ ബ്രസൺ എന്ന് പറയുന്ന വസുന്ധര കിങ്സിന്റെ കോച്ചിനെ ഇപ്പോൾ നമ്മുടെ ഒരു ISL ക്ലബ്ബ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അപ്രോച്ച് ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓസ്കാർ ബ്രസൺ എന്ന് പറയുന്ന ആ ഒരു കോച്ചിനെ ടീമിലേക്ക് എടുക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് സാമ്പത്തികമുള്ള ക്ലബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ബംഗ്ലാദേശിലെ ഏറ്റവും ടോപ്പ് ക്ലബ്ബാണ് വസുന്ധര കിങ്സ് എന്ന് പറയുന്നത്. അവരുടെ കോച്ചിനെ കൊണ്ടുവരണമെങ്കിൽ അത്രയും സാമ്പത്തികം മുടക്കി കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതിനിവിടെ സാധിക്കും. നമുക്കറിയാം, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, മുംബൈ സിറ്റി FC, കേരള ബ്ലാസ്റ്റേഴ്സ്, പിന്നെ FC ഗോവയും. പിന്നെ ഇപ്പോൾ ഒഡീഷ FC നോക്കിയാലും വേണമെങ്കിൽ അത് സാധിക്കാവുന്നേ ഉള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഇപ്പോൾ ഒരു കോച്ചിൻ്റെ ആവശ്യമില്ല. ഹെബ്ബാസ് അവരുടെ കോച്ചായിട്ടുണ്ട്. ചിലപ്പോൾ ഹെബ്ബാസ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ മാത്രം നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണെന്ന് പറയാം. മുംബൈ സിറ്റിയുടെ കാര്യം പറയുന്നത് നമുക്കറിയാം, പീറ്റർ ക്രാഡ്ക്കിയാണ് അവരുടെ കോച്ച്. ഒഡീഷ FCയുടെ സെർജിയോ ലൊബേറയാണ് അടുത്ത വർഷവും കോച്ച്. അതുപോലെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് FC ഗോവയുടെ കോച്ച് മനേലോ മാർക്കസും ആയിരിക്കും. സോ അവിടെ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ഇനിയുള്ളത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വലിയ സാധ്യതകൾ തന്നെയുണ്ട്. ഓക്കെ, ഈ ഇത്രയും പറഞ്ഞ ക്ലബ്ബുകൾ നമുക്കങ്ങ് വിട്ടേക്കാം. ചെന്നൈയിൻ FC എന്തായാലും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഓവൻ കോയലാണ് അവർ അടുത്ത പ്രാവശ്യത്തെയും കോച്ച് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഇനി നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവരുടെയും കോച്ച് പഴയ ഒരു കോച്ച് തന്നെയാണ്. പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. പിന്നെ ഹൈദരാബാദ് ഉണ്ട്. ഹൈദരാബാദ് ഈ ഒരു സമയത്ത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ജംഷഡ്പൂർ മാത്രമാണ്. ഇനിയും ജംഷഡ്പൂർ ഞെട്ടിക്കുന്നൊരു നീക്കം നടത്തിയാൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടീമുകൾ, അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോഡ്രാഡ് തന്നെയായിരിക്കും കോച്ച്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മുഹമ്മദ് അൻസിൻ്റെ അവരുടെ ഒരു പഴയ കോച്ച് തന്നെയായിരിക്കും. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ഐ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ഇത് നോക്കുമ്പോൾ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കുമെന്ന്. സോ ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, അതും അല്ലെങ്കിൽ ജംഷഡ്പൂർ FC. ഇവർ മൂന്നുപേരിൽ ഒരാളായിരിക്കും ആ ഒരു അപ്രോച്ച് നടത്തിയിരിക്കുന്നത്. സോ മിക്കവാറും ഏതെങ്കിലും 3 ISL ക്ലബ്ബിലേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വസുന്ധര കിങ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടീമാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ സാലറി കൊടുത്ത് പ്ലേയേഴ്സിനെ എടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ടീമാണ്. സോ അത് വിട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്.